Hello, welcome to market discussion of the day. Today, March 18, 2025, Tuesday ആണ്. സോ ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞോന്ന് എനിക്കറിയില്ല. എന്തായാലും ഗോൾഡിൻ്റെ റേറ്റ് വീണ്ടും ഓൾ ടൈം ഹൈ ആയി 3026 ആ ഒരു റേഞ്ചിലോട്ട് നിൽക്കുകയാണ് അല്ലേ. ഇപ്പോൾ 3000 ഒക്കെ ക്രോസ് ചെയ്യുമെന്നൊക്കെ പലവട്ടം നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സപ്പോസ് 3000 ബ്രേക്ക് ചെയ്താൽ ഈ ഒരു മാർക്കറ്റ് 3200 വരെ പോകാനുള്ള പോസിബിലിറ്റി നമ്മളുടെ ഈ ലോകത്ത് നടക്കുന്ന സാഹചര്യങ്ങൾ വെച്ചിട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. സോ അങ്ങനെ ഇരിക്കുന്ന ഒരു പോസിബിലിറ്റിയിൽ ഈ ഒരു ഇന്നലെ രാത്രിയിൽ ഇസ്രയേൽ ഹമാസ് വാർ വീണ്ടും അതിൻ്റെ സീസ് ഫയർ ബ്രേക്കായി. ആ ബ്രേക്കായി ഇസ്രയേൽ ഗാസയിൽ ബോംബിട്ടപ്പോൾ ഉണ്ടായൊരു റിയാക്ഷനാണ് മാർക്കറ്റിൽ ഗോൾഡിൻ്റെ റേറ്റ് ഇത്രയും കയറി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കുക. കാരണം ഇന്ന് US-ഉം റഷ്യ ആയിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ട്, റഷ്യ ഉക്രൈൻ വാർ സമാധാനത്തിലോട്ട് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അതൊരു സീസ് ഫയറിലോട്ട് കൊണ്ടുവരാനായിട്ട്. സോ അതുകൊണ്ടിട്ട് എനിക്ക് ഗോൾഡിൽ ഇന്ന് പ്രത്യേകിച്ചൊരു ഓപ്പർച്യൂണിറ്റിയും എടുത്ത് പറയാനായിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ മാക്സിമം 3030 വരെ പോകാനുള്ള പോസിബിലിറ്റി ആണ് കാണുന്നത്. പക്ഷെ എന്നിരുന്നാലും നമുക്കറിയില്ല, മാർക്കറ്റ് ചിലപ്പം ആ റേഞ്ചൊക്കെ വിട്ട് ഒറ്റയടിക്ക് 3080 പോകാനുള്ള പോസിബിലിറ്റിയും നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ. അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് തൽക്കാലം ഇന്നത്തെ ദിവസം ഗോൾഡിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇന്നലെ നമുക്ക് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് ഉണ്ടായിരുന്നു. ഇന്നലെ റീറ്റെയിൽ സെയിൽസിൽ വലിയൊരു വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഫോർകാസ്റ്റ് -0.02 ആയിരുന്നു, 2% ആയിരുന്നു. പ്രീവിയസ് -1.2% ആയിരുന്നു. ഇപ്പോൾ നമുക്ക് +0.2% ആണ് വന്നത്. $, നല്ലതാണ് വന്നത്. ഓക്കെ, സോ അങ്ങനെ ന്യൂസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഗോൾഡ് താഴോട്ട് പോകേണ്ടതാണ് എക്കണോമിക്സ് പ്രകാരം. പക്ഷേ ഗോൾഡ് മുകളിലോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. എന്തുകൊണ്ട്? ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടായതിൻ്റെ പേരിൽ. ഇന്ന് നമ്മൾ കംപ്ലീറ്റ്ലി കലണ്ടർ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ടെക്നിക്കൽ ഡേ ആയിട്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തിനെ കൺസിഡർ ചെയ്യാമെങ്കിലും നാളെ നമുക്ക് എന്തുണ്ട്? നാളെ നമ്മൾ ഇന്ന് രാത്രി UK ടൈമിങ് 2:30, ഇന്ത്യൻ ടൈമിങ് അവിടെ വെളുപ്പിനെ ആയിരിക്കും, 7:30 ആ ഒരു ടൈമൊക്കെ ആയിരിക്കും, 7-8 മണിയായിരിക്കും ആണ് ചാൻസ് ഉള്ളത്. അപ്പോൾ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. സോ ജാപ്പനീസ് യെനിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം തന്നെ മാറി നിൽക്കുക, ഇന്നത്തെ ദിവസം തന്നെ പ്രോഫിറ്റ് എടുത്ത് മാറുക, അല്ലെങ്കിൽ ലോസിൽ മാറുക എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ് നാളെ വരാൻ പോകുന്നത്. US-ൽ നിന്നാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള FOMC പ്രസ് കോൺഫറൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡേറ്റയാണ് നാളെ വരുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണം എന്ന് എനിക്ക് റെക്കമെൻഡേഷൻ ഇല്ല. ഓക്കെ, നാളെ നമുക്ക് EU ലീഡേഴ്സ് സബ്മിറ്റ് ഉണ്ട്. അതിനുശേഷം നമുക്ക് വൈകുന്നേരം ഉച്ചയ്ക്ക് 12 മണിക്ക് UK ടൈമിംഗ് 12 മണിക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം നമ്മൾ GBPയിലും ട്രേഡ് ചെയ്യുക. വ്യാഴാഴ്ച GBPന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അതിനുശേഷം എല്ലാ വ്യാഴാഴ്ചയും വരുന്നവർക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും അതിനുശേഷം എക്സിസ്റ്റിംഗ് ഹോം സെയിൽസും ഉണ്ട്. വെള്ളിയാഴ്ചയും EU ലീഡേഴ്സ് സബ്മിറ്റ് നടക്കുന്ന, യൂറോപ്യൻ ലീഡേഴ്സ് സബ്മിറ്റ് നടക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ ആഴ്ചയുള്ള. വെള്ളിയാഴ്ച നമുക്കൊരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാം കലണ്ടർ ബേസ് ചെയ്ത് നോക്കാൻ നേരത്ത്. പക്ഷേ ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മറക്കാതെ വേണം നമ്മൾ ഈ ട്രേഡുകൾ എടുത്തു പോകാനായിട്ട് എന്നുള്ളൊരു കാര്യം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു. ഇന്നും നമുക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും ഇന്നലത്തെ ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ്സിൽ കയറാവുന്നതാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ റെക്കോർഡ് സെഷൻ വേണമെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ
നമുക്ക് എന്താ പറയുക, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY തന്നെ USD JPY വരുമ്പോൾ USD JPY 149.72 എന്ന് പറയുന്ന റേഞ്ചിലാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 149.8 ആ റേഞ്ചിൽ നമുക്ക് സെല്ലെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ 9 മണിക്കുള്ള ഏഷ്യ ക്ലോസ് ആവുന്ന ക്യാൻഡിലാണ് ഇപ്പം റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ക്യാൻഡിലും ആക്ച്വലി 150 ബ്രേക്ക് ചെയ്യാത്ത പക്ഷം നമുക്ക് 150 149.9 149.85 ആ റേഞ്ചിലൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു സെല്ലെടുത്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ഇതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ JPYയിലുള്ള ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി. ഇന്നത്തെ ദിവസം ആകപ്പാടെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. നമുക്ക് അടുത്തൊരു ക്യാൻഡിലൊക്കെ 150 ക്രോസ് ചെയ്യാതെ 150 താഴെയായിട്ട് മാർക്കറ്റിനെ കിട്ടിയാൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് JPYയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് പറയാനായിട്ടുള്ളത്. സ്റ്റോപ്പ് ലോസ് ഇടണം 150.60 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് വേണം നമ്മൾ JPYയിൽ ട്രേഡ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിലോട്ട് പോകുമ്പം യൂറോ നമുക്ക് വീണ്ടും ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഏറ്റവും ലോ ഒക്കെ പോയത് ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചാണ്. ഓക്കെ, 1.0872 അവിടെ വെച്ച് ട്രേഡ് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1.0800 അടുത്ത് വെച്ചിട്ട് മാത്രമാണ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് പറഞ്ഞു. ഇനി യൂറോയിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എവിടെയാണെന്ന് ചോദിച്ചാൽ 1.100 മുകളിലാണ് ഇനി അടുത്തൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂറോയിൽ ഉള്ളത്. ഓക്കെ, ഇല്ലെങ്കിൽ 1.0800 ഒന്നുകൂടെ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് വേണമെങ്കിലും നമുക്കൊരു ബൈ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, സോ നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പം GBPയും സെയിം സിറ്റുവേഷനിൽ തന്നെയാണ്. 3000 അവിടെ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കഴിഞ്ഞൊരു ക്യാൻഡിൽ അവിടെ റെസിസ്റ്റഡായി. ഞാൻ ഒരു കാരണവശാലും GBP സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയത്തില്ല. ഇവിടെ വേണം എന്നുള്ള ആൾക്കാർക്ക് 1.300 അടുത്ത് ഇനിയും കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ 1.2800 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ ബൈയും ചെയ്ത് എടുത്തുടങ്ങാം എന്നുള്ളതാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. അത് കിട്ടുമെന്ന് അറിയില്ല, പക്ഷെ എന്നാലും അതാണ് സേഫ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ നമ്മുടെ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് ഇപ്പോൾ ഓൾ ടൈം ഹൈ വീണ്ടും 3024 ഓൾ ടൈം ഹൈ അടിച്ച് നിൽക്കുകയാണ്. ഓക്കെ, സോ ഇനിയൊരു ട്രേഡ് ഗോൾഡിൽ എന്താണ് എടുക്കേണ്ടതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല. ഓക്കെ, ഒന്നും അറിയില്ല. എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും ഒരു പിടിയില്ല. ചിലപ്പോൾ ഇന്ന് 3030 വന്ന് റെസിസ്റ്റഡ് ആവുമായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേൽ ഹമാസ് വാറിൻ്റെ സീസ് ഫയർ ബ്രേക്കായി വീണ്ടും ഇസ്രായേൽ അവിടെ ബോംബ് ഇട്ടത് പ്രകാരം മാർക്കറ്റ് ഇനി മുകളിലോട്ട് പോകുമെന്ന് അറിയില്ല. അതിൻ്റെ കൂടെ പുട്ടിനും ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ളൊരു മീറ്റിംഗ് ഇന്ന് നടക്കും. അപ്പോൾ അത് പ്രകാരം സീസ് ഫയർ ആയാൽ മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്ക് ഒന്നും പറയാറായിട്ടില്ല. ഓക്കെ, അതിൻ്റെ കൂടെ ഏപ്രിൽ 2 പല രാജ്യങ്ങൾക്കും US വെച്ചേക്കുന്ന താരിഫുകൾ വരാനായിട്ട് ഏപ്രിൽ 2 ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ഏപ്രിൽ 2, ഏപ്രിൽ 1, അതേപോലെ ഏപ്രിൽ 12, 13 കൗണ്ടർ താരിഫുകൾ വരാനായിട്ടുള്ള ഡേറ്റുകളാണ് ഇതൊക്കെ. സോ ആ സമയത്തൊക്കെ മാർക്കറ്റ് ചിലപ്പോൾ ഓൾ ടൈം ഹൈ അടിച്ച് ചിലപ്പോൾ 3200 പോകാനായിട്ടുള്ള പോസിബിലിറ്റി, 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പോകാനായിട്ടുള്ള പോസിബിലിറ്റിയും നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് തൽക്കാലം ഗോൾഡിൽ നിന്ന് മാറി നിൽക്കുക. നാളത്തെ ദിവസവും ഗോൾഡിൽ നിന്ന് മാറി നിൽക്കുക. കാരണം ഈ 2 ദിവസങ്ങളിലും ഫ്ലക്ച്വേഷൻസ് നമുക്ക് കയ്യിൽ നിൽക്കില്ല. മാർക്കറ്റ് നമ്മൾ വെറുതെ ഉണ്ടാക്കിയ പ്രോഫിറ്റുകൾ എന്തിനാണ് കളയുന്നത്? അപ്പോൾ നാളെ കഴിയുമ്പോൾ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റൂടെ കഴിയുമ്പോൾ മാർക്കറ്റ് ഒന്ന് സെറ്റിലാവും. ഓക്കെ, ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒരു ഒറ്റ ദിവസം മതി നമുക്ക് ഈ ആഴ്ചത്തെ പ്രോഫിറ്റ് ആക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നിന്നിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളടുത്ത് പറഞ്ഞു തരാനായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അതേപോലെ തന്നെ മാർക്കറ്റ് നമ്മുടെ പുതിയ ബാച്ച് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.